ഒരു കീബോർഡിൽ എങ്ങനെ കോഡ്സ് വായിക്കാം എന്നതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ ഈ വൈറ്റ് കീസ് ഏതൊക്കെയാണെന്നും അതെങ്ങനെ വായിക്കണമെന്നും നമ്മൾ കണ്ടു. രണ്ടാമത്തെ വീഡിയോയിൽ ബ്ലാക്ക് കീസിൻ്റെ പേരുകളും ബ്ലാക്ക് കീസിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് എല്ലാ കീസും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കോഡ്സ് പഠിക്കാം. അതായത് കീസ്, ഒന്നിലധികം കീസ് ഒരേ സമയം നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കോഡ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെയാണ് കോഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കോഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ കോഡ്സ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പേപ്പറും പേനായും കയ്യിൽ കരുതണം. കാരണം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് കുറിച്ച് വെച്ചില്ലെങ്കിൽ നമുക്കാകെ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നാം. അതുകൊണ്ട് ഒരു പേപ്പറും പേനായും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയി എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നമുക്ക് നോട്ട് ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരൊറ്റ വീഡിയോ തീരുന്നതോടുകൂടി എങ്ങനെ കോഡ്സ് വായിക്കാം എന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. ഈ ബ്ലാക്ക് കീസിനെ നമ്മൾ പരിചയപ്പെട്ട വീഡിയോയിൽ അതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ഏത് കീയിൽ ആരംഭിച്ചാലും സരിഗമപധനിസ എന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഫോർമുല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോർമുല എന്താണെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു, WWH. അപ്പോൾ ആ ഫോർമുല പഠിച്ചാൽ നമുക്ക് എവിടെ നിന്നും ആരംഭിച്ച്, ഏതൊരു കീയിൽ നിന്നും ആരംഭിച്ച് സരിഗമപധനിസ നമുക്ക് കീബോർഡിൽ വായിക്കാൻ പറ്റും എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന്, കോഡ്സ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം, എസ്പെഷ്യലി മേജർ കോഡും മൈനർ കോഡും എങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട്, ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് മേജർ കോഡിൻ്റെ സ്കെയിലിൽ വരുന്ന കീസിനെ കാണാൻ പറ്റുക, അതുപോലെ മൈനർ കോഡിൻ്റെ, നാച്ചുറൽ മൈനറിൻ്റെ ആ ഒരു സ്കെയിലിൽ വരുന്ന നോട്ട്സിനെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുക അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുക എന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ പേപ്പറും പേനയും ഒക്കെ എടുത്തു എന്ന് കരുതുന്നു. നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരു മേജർ കോഡ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ പലതരത്തിലുണ്ട് കേട്ടോ, പല വിധത്തിലുള്ള ഫോർമുലാസ് ഉണ്ട്. അപ്പം നമ്മളേതായാലും ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഒരു മേജർ കോഡിനെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നമ്പർ റിമെമ്പർ ചെയ്യുക. ഞാൻ ഈ പറയുന്ന നമ്പർ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മേജർ കോഡിൻ്റെ ഫോർമുലയായിട്ട് 158 ഓർക്കുക, 158. ഇനി എന്താണ് ഈ 158? ഇതിൻ്റെ ഒരു കോഡ് കണ്ടുപിടിക്കാനുള്ള, ഒരു മേജർ കോഡ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് ഫോർമുലയാണ് ഈ 158. ഇനി അതെങ്ങനെയാണെന്നല്ലേ നോക്കിക്കോ. അതായത് എനിക്ക് ഇതിലെ കീസ് ഇപ്പോൾ അറിയാം. നമ്മൾ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലുമായിട്ട് വൈറ്റ് കീസിൻ്റെ ബ്ലാക്ക് കീസിൻ്റെ ഒക്കെ പേരുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്കിപ്പോൾ സി മേജർ കോഡ് വേണം എന്ന് വിചാരിച്ചു. നമ്മളേതെങ്കിലുമൊക്കെ വീഡിയോസിൽ, ഞാൻ തന്നെ ചെയ്ത പല വീഡിയോസിലും പാട്ടുകളുടെ കോഡ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പാട്ടിൻ്റെ കോഡൊക്കെ വായിക്കണമെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കോഡ്സ് എങ്ങനെ വായിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കിപ്പോൾ സി മേജർ വേണം, നമുക്ക് വേണ്ടത് സി മേജറാണെന്ന് ഓർക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫോർമുല അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മേജർ കോഡിൻ്റെ ഫോർമുല 158. അപ്പോൾ സി മേജറാണ് വേണ്ടതെങ്കിൽ ആ പറയുമ്പോൾ തന്നെ നമുക്കതിൽ സി ഉണ്ട്. അപ്പോൾ ആ സിയെ നമ്മൾ 1 ആയിട്ട് എടുക്കുക. 158ൽ 1 ആയിട്ട് ആ സിയെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഈ സി നമുക്ക് കിട്ടി, 1 ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് 5 ആണ്. 158ൽ 5 ആണ് ഇനി വേണ്ടത്. അപ്പോൾ 1 കഴിഞ്ഞ് നമ്മൾ ഫോർവേഡ് കൗണ്ട് ചെയ്യുക. അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലാക്ക് കീസിൻ്റെ താഴെയുള്ള ഈ ലൈനിൽ കൂടി കൗണ്ട് ചെയ്യരുത്. ഇങ്ങനെ കൗണ്ട് ചെയ്യരുത്. കാരണം ഇങ്ങനെ കൗണ്ട് ചെയ്താൽ അതിൻ്റെ മുകളിലുള്ള ആ ബ്ലാക്ക് കീസ് നമ്മൾ ചിലപ്പോൾ അറിയാതെ മിസ്സായി പോകും. അതുകൊണ്ട് മുകളിൽ കൂടെ കൗണ്ട് ചെയ്യുക. അവരെയും ഈ ബ്ലാക്ക് കീസിനെയും ഉൾപ്പെടുത്തി വേണം നമ്മൾ എണ്ണാൻ. അപ്പോൾ 158ൽ 1 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് 5 ആണ്. അപ്പോൾ എണ്ണുക, 1 2 3 4 5. അപ്പോൾ 158ൽ 1 ആയി, 5 ആയി. ഓക്കെ, ഇനി വേണ്ടത് 8 ആണല്ലോ. അപ്പോൾ 1ഉം 5ഉം അവിടെ ഹോൾഡ് ചെയ്യുക. ഇനി നമുക്ക് 8 നോക്കാം. 5ന് ശേഷം 6 7 8. ഇതുണ്ടോ, ഇത് മൂന്നൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഈ 158 നമ്മളിങ്ങനെ ഒരുമിച്ച് പിടിച്ച് കഴിയുമ്പോൾ അത് സി മേജർ കോഡാണ്. ഏതിൻ്റെ ആണെങ്കിലും. ഇനിയിപ്പോൾ നമുക്ക് എഫ് മേജറാണ് വേണ്ടതെങ്കിൽ 1 എന്ന് പറയുന്നത് ഏതായിരിക്കും?
എഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 1F, ഇനി 2, 3, 4, 5, ഓക്കെ. ഇനി 6, 7, 8 കണ്ടോ, ഇത് എഫ് മേജർ കോഡാണ്. എഫ് മേജർ കിട്ടിയില്ലേ. ഇനി നമുക്കൊരു ബ്ലാക്ക് കീയുടെ കോഡ് നോക്കാം. നമുക്ക് ഡി ഷാർപ്പ് മേജർ വേണമെന്ന് വെച്ചു. അപ്പോൾ 1 എന്ന് പറയുന്നത് ഡി ഷാർപ്പ്, ഓക്കെ. 1, 2, 3, 4, 5, ഓക്കെ. നെക്സ്റ്റ് 6, 7, 8, ഓക്കെ. കണ്ടോ, ഇതാണ് ഡി ഷാർപ്പ് മേജർ എന്ന് പറയുന്ന കോഡ്. ഇങ്ങനെ ഏതിൻ്റെയും മേജർ കോഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കീസ് അറിയാമെങ്കിൽ, ഓൾറെഡി കീസ് അറിയത്തില്ലെങ്കിൽ എങ്ങനെയാണ് കീസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോസിൽ നിങ്ങൾ നോക്കി പഠിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഫോർമുല വെച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മേജർ കോഡ്, ഏതൊരു കീയെയും ബേസ് ചെയ്യുന്ന മേജർ കോഡ് നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് മൈനർ കോഡ് നമുക്ക് കണ്ടുപിടിക്കാം. മൈനർ കോഡിൻ്റെ ഫോർമുല 148 എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ നമുക്ക് സി മേജർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 158 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മൈനറാണ് വേണ്ടതെങ്കിൽ, സി മൈനറാണ് വേണ്ടതെങ്കിൽ 1, 2, 3, 4, ഓക്കെ, 5, 6, 7, 8. അപ്പോൾ 158, 148 എന്നീ രണ്ട് ഫോർമുല പറയുമ്പോൾ ഓർക്കുക, അതിൻ്റെ ആ മിഡിലുള്ള ഒറ്റ നോട്ട് മാത്രമേ മാറുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, സി മേജർ ആണെങ്കിൽ 158 പിടിക്കുമ്പോൾ ഇങ്ങനെ വരും, ഈ 3 കീസ് അതിൽ വരും. 148 പിടിക്കുമ്പോൾ ഈ മിഡിലെ നോട്ട് മാത്രം ചേഞ്ച് ചെയ്യും, ജസ്റ്റ് ബാക്കിലേക്ക്. ചിലപ്പോൾ ബാക്കിലേക്ക് ആ ബ്ലാക്ക് കീയിലേക്ക് കയറുകയായിരിക്കും. ഇപ്പോൾ ഡി മൈനർ, നമുക്ക് ഡി മേജർ മൈനറും പിടിച്ച് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം, ആദ്യം സി മേജർ ഇത്, സി മൈനർ ഇത്, ഇനി ഡി മേജർ, ഇത് ഡി മേജറാണ് 158. ഇത് 148 ആകുമ്പോൾ ഈ മിഡിൽ നോട്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ മിഡിൽ നോട്ട് ജസ്റ്റ് ബാക്കിലേക്ക് കണ്ടോ. ഇപ്പോൾ അത് ഡി മൈനറായി, ഓക്കെ, നാച്ചുറൽ മൈനർ, ഓക്കെ. അങ്ങനെ ഏതിൻ്റെയും മേജറും മൈനറും ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പേപ്പറും പേനയും എടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എഴുതണം സി ഡി ഇ എഫ്, ആദ്യം വൈറ്റ് കീസിൻ്റെ എല്ലാം CDEFGAB അത്രയും നേരെ താഴേക്ക് എഴുതുക. എന്നിട്ട് ഈ 158 ഫോർമുല വെച്ച് വരുന്ന കീസ് സി ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിൻ്റെ കോഡിൽ വരുന്ന കീസ് CEG. നെക്സ്റ്റ് ഡി ഈസ് ഈക്വൽ ടു ഡി എഫ് ഷാർപ്പ് എ, ഓക്കെ. അടുത്തത് ഇ ഈസ് ഈക്വൽ ടു ഏതാ 158, ആ ഫോർമുല നോക്കി അങ്ങനെ മുഴുവൻ ഒന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ വൈറ്റ് കീസിൻ്റെ കംപ്ലീറ്റ് മേജർ കോഡ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം സി ഷാർപ്പ് എഴുതുക, ഈസ് ഈക്വൽ ടു 158 വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന കീസ് 3 എഴുതുക. അങ്ങനെ എല്ലാ കോഡ്സും നിങ്ങൾക്ക് മേജർ കോഡ്സ് കേട്ടോ അപ്പോൾ കിട്ടും. അപ്പോൾ അതങ്ങനെ പഠിക്കണം. ഇനി നമുക്ക് മൈനർ കോഡ് പഠിക്കാം. ഓക്കെ, മൈനർ കോഡിൽ ഞാൻ പറഞ്ഞു 158 ആണ് മേജറെങ്കിൽ 148 ആയിരിക്കും മൈനർ കോഡിൻ്റെ ഫോർമുല, ഓക്കെ. അപ്പോൾ അത് വെച്ച് നമ്മൾ ആദ്യം മേജറിൻ്റെ ആ ലിസ്റ്റ് എഴുതിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 1-2 എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു എഫ് മേജർ നമുക്ക് നോക്കാം. ഇത് എഫ് മേജർ അല്ലേ, എഫിൻ്റെ 1, എഫിൻ്റെ 5, അതിൻ്റെ 8, 158 അങ്ങനെ എണ്ണി കഴിയുമ്പോൾ എണ്ണുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, മുകളിലത്തെ ഈ ബ്ലാക്ക് കീസ് കൺസിഡർ ചെയ്തുകൊണ്ട് എണ്ണാൻ ശ്രദ്ധിക്കണം. താഴെ വഴി എണ്ണിയാൽ ഈ കോഡ്സ് തെറ്റിപ്പോകും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബ്ലാക്ക് കീസിനെ കൺസിഡർ ചെയ്ത് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം കൗണ്ട് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ഈ 158 എന്നുള്ളത് പാളിപ്പോവും, ഓക്കെ. ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് ശരിക്കും മറ്റൊരു ഫോർമുലയും കൂടെ ഉണ്ട്. അതായത് സ്കെയിലിൻ്റെ ആ ഒരു റൂട്ടിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന്, അതായത് റൂട്ട് നോട്ട് എലോങ് വിത്ത് 3rd and 5th നോട്ട് ഓഫ് ദി സ്കെയിൽ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം റൂട്ട് നോട്ടുണ്ട് ആ സ്കെയിലിലെ 3ാമത്തെയും 5ാമത്തെയും, അതായത് സ രി ഗ മ പ ഇത്രയും വായിക്കുന്ന, അതായത് സ രി ഗ മ പ ധ നി സ ഇത്രയും വായിക്കുന്നതിൽ ആ സ്കെയിലിൻ്റെ റൂട്ട് അറിയാമെങ്കിൽ കേട്ടോ, സ്കെയിലിൻ്റെ റൂട്ട് അറിയാമെങ്കിൽ 1ഉം 3ഉം 5ഉം ആ സ്കെയിലിലെ റൂട്ട് നോട്ട് പ്ലസ് 3rd and 5th അങ്ങനെ വരുമ്പോഴാണ് അതിനെ നമുക്ക് ഒരു മേജർ കോഡെന്ന് പറയാൻ പറ്റുന്നത്, ഓക്കെ. അപ്പോൾ ഇത് ഈ രണ്ടാമത് പറഞ്ഞത് കേട്ടോ, ഇത് കുറച്ചറിയാവുന്നവർക്കാണ് ഈ രീതി എളുപ്പം. നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഈ 158ഉം 148ഉം ആയിരിക്കും എപ്പോഴും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ അങ്ങനെ
നമ്മൾ ആദ്യം മേജർ കോഡ് എഴുതിയതുപോലെ തന്നെ മൈനർ കോഡിൻ്റെയും ഒരു ലിസ്റ്റ് എഴുതുക. സി മൈനർ, ഡി മൈനർ എന്നിങ്ങനെ എഴുതിയിട്ട് അതിൽ വരുന്ന സി മൈനർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ സി എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ടൊരു സ്മോൾ ലെറ്റർ എം ഇടും. അങ്ങനെയാണ് സി മൈനറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സി മൈനർ മാത്രമല്ല, ഇതിലെ എല്ലാ കീസിൻ്റെയും ആ കീയുടെ പേര് മാത്രം കോഡിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ കോഡ് എഴുതുമ്പോൾ ആ കീയോടൊപ്പം വേറെ പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഷാർപ്പാണെങ്കിൽ ഇപ്പോൾ സി ഷാർപ്പാണെങ്കിൽ സി ഷാർപ്പ് എന്ന് മാത്രം എഴുതിയാൽ സി ഷാർപ്പിൻ്റെ ഈ 158 വെച്ചുള്ള നമ്പറാണ്, എൻ്റെ മേജറായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. ഇനി അതിൻ്റെ കൂടെ ഒരു സ്മോൾ ലെറ്റർ എം കൂടെ ചേർക്കുകയാണെങ്കിൽ അതാണ് സി മൈനർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ ഒരു കോഡ് പ്രത്യേകിച്ച് മേജർ ആൻഡ് മൈനർ, മേജർ ആൻഡ് നാച്ചുറൽ മൈനർ, അതെങ്ങനെയാണ് നമ്മൾ ഈ കോഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇൻ്റർവൽസ് എന്ന് പറയും. ഇൻ്റർവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഏത് കീയിലും ആരംഭിച്ച് നമുക്ക് ഈ സരിഗമ വായിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏത് കീയിലും ആരംഭിച്ച് ഈ ഫോർമുല മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് സരിഗമ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം നമ്മൾ ഒരു മേജർ സ്കെയിലിൻ്റെ സരിഗമ പധനിസ എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. സി മേജറിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2 ബ്ലാക്ക് കീസിൻ്റെ ആ പാറ്റേണിൻ്റെ തൊട്ടും മുൻപിൽ വരുന്ന വൈറ്റ് കീയിൽ നിന്ന് നേരെ വായിച്ചു പോരുന്നാൽ നമുക്ക് CDEFGABC അല്ലെങ്കിൽ സരിഗമ പധനിസ വായിക്കാമെന്ന് നമ്മൾ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഇനി നമുക്കത് പോരാ, നമുക്ക് ഏത് കീയിലും ആരംഭിച്ചിട്ട് നമുക്ക് സരിഗമ പധനിസ വായിക്കണം. അങ്ങനെ വരുമ്പോൾ ആണ് ഞാൻ ഈ പറയുന്ന ഫോർമുലയുടെ ആവശ്യം നമുക്ക് വരുന്നത്. അപ്പോൾ ഫോർമുല ഇതാണ്. മേജർ സ്കെയിലിൻ്റെ ഇൻ്റർവൽസിൻ്റെ ഫോർമുല ആദ്യം അതിൻ്റെ റൂട്ട് നോട്ട് പ്ലസ് WWH അതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ എങ്ങനെയാണ് ഒരു കീയിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള സരിഗമ പധനിസ വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മ്യൂസിക്കൽ ഇൻ്റർവൽസ് എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ പറയുന്നൊന്നും കേട്ട് എന്ന് പറഞ്ഞാൽ ചില ടെർമിനോളജി കേട്ട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ഒരു കീയിൽ നിന്ന്, കീബോർഡിലെ ഏതൊരു കീയിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുൻപിലോ പിൻപിലോ ഉള്ള കീയിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമ്മളൊരു ഹാഫ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ ഉദാഹരണം പറഞ്ഞാൽ ഈ സി, ഇപ്പോൾ സി നമുക്ക് കാണാമല്ലോ, ഈ സിയിൽ നിന്ന് ഈ സി ഷാർപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് സ്റ്റെപ്പ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നോട്ടിലേക്ക് ഇങ്ങനെ എഴുതുക. ആദ്യം ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ എഴുതുക. ഒന്ന് ഹാഫ് സ്റ്റെപ്പ് എന്ന് എഴുതണം, പിന്നെ അതിൻ്റെ താഴെ ഹോൾ സ്റ്റെപ്പ് എന്ന് എഴുതണം. എന്നിട്ട് ഹാഫ് സ്റ്റെപ്പ് ഈസ് ഈക്വൽ ടു സെമി ടോൺ എന്ന് എഴുതുക. അതുപോലെ ഹോൾ സ്റ്റെപ്പ് ഈസ് ഈക്വൽ ടു ഫുൾ ടോൺ അല്ലെങ്കിൽ ടോൺ, ഹോൾ ടോൺ എന്നൊക്കെ പറയും. ടി എന്ന് എഴുതിയാലും മതി, ടോൺ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഈ ഹോൾ സ്റ്റെപ്പിനെ സൂചിപ്പിക്കാൻ, ഹോൾ സ്റ്റെപ്പ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ ബ്രാക്കറ്റിൽ W ഇടുക. ഹാഫ് സ്റ്റെപ്പിനെ സൂചിപ്പിക്കാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ H ഇടുക. ഇനി നമ്മൾ ഈക്വലിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് നമ്മൾ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ടോണിനെ സൂചിപ്പിക്കാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ T ഇടുക. അതുപോലെ സെമി ടോണിനെ സൂചിപ്പിക്കാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ S ഇടുക. കാരണം നിങ്ങൾ ഈ മ്യൂസിക്കൽ ഇൻ്റർവൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിലോ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ WH എന്നുള്ള ആ ഒരു ഫോർമുല കാണാം, അല്ലെങ്കിൽ TS എന്ന് കാണാം. അപ്പോൾ WH എന്ന് കാണുമ്പോൾ ഓർത്തോണം ഹോൾ സ്റ്റെപ്പ്, ഹാഫ് സ്റ്റെപ്പ് ആണ് അത് രണ്ടും ഉദ്ദേശിക്കുന്നത്. TS എന്ന് കണ്ടാൽ ടോൺ, സെമി ടോൺ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് സെയിം ആണ്. ഹോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടോൺ ആണ്, അല്ലെങ്കിൽ ഫുൾ ടോൺ ആണ്, അല്ലെങ്കിൽ ഹോൾ ടോൺ ആണ്. അതുപോലെ ഹാഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെമി ടോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്നത് നമുക്ക് നെറ്റിലൊക്കെ ആണെങ്കിലും കാണാൻ സാധിക്കും. നിങ്ങൾ പല നോട്ട്സ് പലത് റെഫർ ചെയ്താൽ പലയിടത്ത് ഇങ്ങനെ പല രീതികളിൽ കാണാം. പക്ഷേ ഇതെല്ലാം സെയിം ആണ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചു. ഓക്കെ, ഇനി അത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഹാഫ് സ്റ്റെപ്പ് എന്താണ്, ഹോൾ സ്റ്റെപ്പ് എന്താണെന്ന് ഇനി നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരുന്നോണേ. സി, ഓക്കെ, ഈ സിയിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊട്ട് മുൻപിലുള്ള കീയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ തൊട്ട് പുറകിലേക്കുള്ള കീയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഹാഫ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരു സെമി ടോൺ ആണ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഈ സിയിൽ നിന്ന് സി ഷാർപ്പിലേക്കുള്ള ദൂരം ഹാഫ് സ്റ്റെപ്പാണ്. അതുപോലെ തൊട്ടടുത്ത കീ ആണെങ്കിൽ അത് എപ്പോഴും ഹാഫ് സ്റ്റെപ്പിൻ്റെ ഇൻ്റർവൽ ആയിരിക്കും കേട്ടോ. അതുപോലെ എഫിൽ നിന്ന് എഫ് ഷാർപ്പിലേക്ക് തൊട്ടടുത്ത കീ അല്ലേ, അപ്പം അതും എന്താണ്, ഹാഫ് സ്റ്റെപ്പാണ്. ബിയിൽ നിന്ന് സിയിലേക്ക് നോക്കിക്കേ, അതിനിടയ്ക്ക് വേറെ കീ ഇല്ല, അതുകൊണ്ട് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് സ്റ്റെപ്പാണ്. ഇയിൽ നിന്ന് എഫിലേക്ക് ഇത് ഹാഫ് സ്റ്റെപ്പാണ്. അത്രയും പഠിച്ചില്ലേ? ഇനി എന്താണ് ഒരു ഹോൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ടോൺ എന്ന് പറയുന്നത്? ഇതാണ്. സിയിൽ നിന്ന് സി ഷാർപ്പിലേക്കുള്ള ദൂരം എന്താണ്? ഹാഫ് സ്റ്റെപ്പ്. ഇനി ഒരു ഹാഫ് സ്റ്റെപ്പ് കൂടെ സി ഷാർപ്പിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലാണ് ഒരു ഹാഫ് സ്റ്റെപ്പ് കൂടെ വരും. അങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഹോൾ സ്റ്റെപ്പ് എന്ന് പറയും. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 1-2 എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാകും. അപ്പോൾ സിയിൽ നിന്ന് സി ഷാർപ്പിലേക്കുള്ള ദൂരം ഹാഫ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ സെമി ടോൺ ആണ്. അത് ഇനി അങ്ങനെ 2 ഇൻ്റർവെൽസ്, അതായത് ഒരു ഹാഫ് സ്റ്റെപ്പ് ഇങ്ങോട്ട്, അടുത്ത ഹാഫ് സ്റ്റെപ്പ് ഇങ്ങോട്ട്, അങ്ങനെ വരുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു ഹോൾ സ്റ്റെപ്പ്. സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഹോൾ സ്റ്റെപ്പ് എന്ന് വിളിക്കും കേട്ടോ. ഇനി ഇയിൽ നിന്ന് എഫ് ഷാർപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ ഇൻ്റർവെൽ വരുന്നത് ഒരു ഹോൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ടോൺ. ഇനി എക്സാമ്പിൾ അടുത്തത്, ബിയിൽ നിന്ന് സിയിലേക്ക് എന്താണ്? ഹാഫാണ്, ഹാഫ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ സെമി ടോൺ ആണ്. അപ്പോൾ ഒരു ബിയിൽ നിന്നുള്ള ഫോർവേഡ് കൗണ്ടിൽ നമ്മൾ പറയുന്ന ഒരു ഹോൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ടോൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഇവിടേക്ക് ഹാഫ് സ്റ്റെപ്പ്, ഇവിടുന്ന് ഇവിടേക്ക് വീണ്ടും അടുത്ത ഹാഫ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു ഹോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സി ഷാർപ്പാണ് ബിയിൽ നിന്ന്. ഓക്കെ, റൈറ്റിലേക്ക് പോകുമ്പോൾ. ഇനി ബാക്കിലേക്ക് വരുന്ന ഓർഡറിലും ഇതുപോലെ തന്നെ. ഇപ്പോൾ ബിയിൽ നിന്ന് ബാക്കിലേക്ക് ഹാഫ് സ്റ്റെപ്പ് ആണെങ്കിൽ ഏതാ? ഈ ബി ഫ്ലാറ്റ് വരുന്നു. അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഹോൾ സ്റ്റെപ്പാണ് വരുന്നതെങ്കിൽ, ബിയിൽ നിന്ന് ഒരു ഹോൾ സ്റ്റെപ്പാണ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ അത് എ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ എന്താണ് ഒരു ഹോൾ സ്റ്റെപ്പ്, എന്താണ് ഒരു ഹാഫ് സ്റ്റെപ്പ് എന്ന് പിടികിട്ടിയില്ലേ? ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നമുക്ക് ഏത് കീയിലും സരിഗമ വായിക്കാവുന്ന ആ ഫോർമുല അതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഹോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നതിന് പകരം ഇനി ഡബ്ല്യു എന്ന് പറയും, ഹാഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നതിന് പകരം എച്ചും പറയും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചു. അത് നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ നമുക്കൊരു മേജർ സ്കെയിലിൻ്റെ സരിഗമ പദനിസ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങളുടെ ബുക്കിലേക്ക്, നിങ്ങൾ ആ പേപ്പറിലേക്ക് ഒന്ന് നോട്ട് ചെയ്തേ, ഡബ്ല്യു, പിന്നെ ഒരു എച്ച് എഴുതുക, പിന്നെ 3 ഡബ്ല്യു എഴുതുക, പിന്നെ ഒരു എച്ച് എഴുതുക. ഓക്കെ, ഡബ്ല്യു എച്ച്. അപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആരംഭിച്ച് സരിഗമ പദനിസ വായിക്കാം. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഫോർമുല വെച്ചിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് സ്കെയിലിൻ്റെ, അതായത് ഏത് റൂട്ട് കീയിൽ നിന്ന് നമുക്ക് ആരംഭിക്കണം എന്ന് ഒരു നോട്ട് തിരഞ്ഞെടുക്കുക. നമുക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സി മേജറിൻ്റെ നമുക്ക് ഈ സരിഗമ അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഫോർമുല വെച്ച് ഈ റൂട്ടിലൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കീയിൽ ആരംഭിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് കീ എന്ന് പറയുന്നത് സി. ഓക്കെ, സിയെ നമ്മൾ റൂട്ട് കീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇനി ഫോർമുല നോക്കുക. അപ്പോൾ റൂട്ട് കീ എടുത്തതിന് ശേഷം നമ്മൾ ഫോർമുല നോക്കുക. അപ്പോൾ ഫോർമുല നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ വരുന്നത് 2 ഡബ്ല്യു വരുന്നതാണ്. അപ്പോൾ സിയിൽ നിന്ന് ഫസ്റ്റ് ഡബ്ല്യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഹോൾ നോട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ആകുമ്പോൾ അത് ഹാഫേ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പം ഹോളായില്ലേ? ഓക്കെ, രണ്ടാമത്തെ നോട്ട് കറക്റ്റ്. വീണ്ടും ഡബ്ല്യു, അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഹാഫ് ആകും, ഇവിടെ വരുമ്പോൾ ഹോളാകും. ഓക്കെ, വീണ്ടും ഡബ്ല്യു വരുമ്പോൾ ഇതായി. അപ്പോൾ ഇനി അടുത്തത് എച്ച് ആണ് അല്ലേ? നമ്മൾ ആദ്യത്തെ റൂട്ട് കീ എടുക്കുന്നു. ആദ്യത്തെ ഡബ്ല്യു, രണ്ടാമത്തെ ഡബ്ല്യു, മൂന്നാമത് വരുന്നത് എച്ച് ആണ്. ഡബ്ല്യു എച്ച് അല്ലേ? അപ്പോൾ എച്ച് എന്ന് പറയുമ്പോഴത്തേനും തൊട്ടടുത്തുള്ള കീ അത് ഈ കീ അല്ലേ വരുന്നത്. അപ്പം റൂട്ട് കീ, ഫസ്റ്റ് ഡബ്ല്യു ഹോൾ നോട്ട്, സെക്കൻഡ് ഡബ്ല്യു ഹോൾ നോട്ട് വരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ നോട്ട് വരുന്നത് എച്ച് ആണ്. ഓക്കെ, അതിൽ വരുന്നത് ഫോർമുലയിൽ മൂന്നാമത്തേത് വരുന്നത് എച്ച് ആണ്, അത് എഫ്. അപ്പം നമുക്ക് ആ ഡബ്ല്യു എച്ച് വെച്ച് പലയിടത്തൊന്ന് വായിച്ച് നോക്കാം. പല രീതിയിൽ സരിഗമ കേൾക്കാവേ, കേട്ടോണേ. റൂട്ട് കീ സി, സാരിഗമ കിട്ടിയില്ലേ? എഫിന് വായിക്കാം. എഫിനും ഇതേ ഫോർമുല വെച്ചൊന്ന് വായിക്കാം. എഫ് റൂട്ട് കീ ഡബ്ല്യു എച്ച്. ഓക്കെ, ഇനി വായിച്ചു നോക്കി. സാരിഗമ കണ്ടോ? പിച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് കൂടി
പക്ഷേ കേൾക്കുന്നത് എന്താണ്? സരിഗമ തന്നെ. ഇനി ബിയുടെ നോക്കാം. ബിയിൽ നോക്കാവേ. ബി റൂട്ട് നോട്ട് ബി പ്ലസ് ഇവിടെ നിന്നുള്ള ഫസ്റ്റ് ഡബ്ല്യു എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ വരുമ്പോൾ എച്ച് ആവത്തുള്ളൂ, ഇവിടെ വരുമ്പോൾ ഡബ്ല്യു ആകും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ എച്ച് ആകത്തുള്ളൂ, ഇവിടുന്ന് അടുത്തത് വരുമ്പോൾ ഇവിടെ ഡബ്ല്യു ആകും. ഓക്കെ, അടുത്തത് എച്ച് ആണ് വരേണ്ടത്. അടുത്ത എച്ച് വരുമ്പോഴത്തേന് ഇതിൻ്റെ തൊട്ടടുത്ത കീ ഏതാ? ഫ്രണ്ടിൽ ഇതാണ് എച്ച് വരുന്നത്. അപ്പോൾ ഇത് മൂന്നൂടെ വായിച്ചാൽ സരിഗമ വരുമോ എന്ന് കേട്ട് നോക്കാം. സരിഗമ കിട്ടിയോ? അപ്പോൾ ഈ ഫോർമുലയുടെ ബാക്കി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, എവിടെ വായിച്ചാലും ഈ ഫോർമുല വെച്ച് എവിടെ വായിച്ചാലും അത് സരിഗമയെ കേൾക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നോക്കാം. ബാക്കി ഇനി നമുക്ക് വേണ്ടത് 3 ഡബ്ല്യു ആണേ. അപ്പോൾ സി മേജറിൻ്റെ ആണെങ്കിൽ റൂട്ട് കീ പ്ലസ് ഡബ്ല്യു ഡബ്ല്യു എച്ച്, നെക്സ്റ്റ് 3 ഡബ്ല്യു വരും, ഡബ്ല്യു 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 എച്ച്. കിട്ടിയില്ലേ? ഇനി നമുക്ക് വേറൊരു സ്കെയിലിൽ നോക്കാം. നമുക്കിനിയും നോക്കേണ്ടത് ഏതിലാണ്? എ മേജറിന് നോക്കാം. എ മേജറിന് നോക്കാം. ഈ ഡബ്ല്യു ഡബ്ല്യു എച്ച് ഡബ്ല്യു 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 എച്ച് വെച്ച് നോക്കാം. എ മേജർ. അപ്പോൾ റൂട്ട് കീ എന്ന് പറയുന്നത് എ ആയിരിക്കും. എയിൽ ആരംഭിക്കുന്നു. റൂട്ട് കീ ഡബ്ല്യു ഡബ്ല്യു എച്ച് ഡബ്ല്യു 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 എച്ച്. കിട്ടിയില്ലേ? ഇനി നമുക്ക് എഫ് ഷാർപ്പിൽ ഒന്ന് ആരംഭിച്ച് നോക്കാം. എങ്ങനെയാണ് എഫ് ഷാർപ്പിൽ വായിച്ചാൽ, ഈ ഫോർമുല വെച്ച് വായിച്ചാൽ സരിഗമ കേൾക്കുന്നതെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമേ. അപ്പോൾ റൂട്ട് കീ എന്ന് പറയുന്നത് ഏതായിരിക്കും? എഫ് ഷാർപ്പ് വന്നില്ലേ? അപ്പോൾ എഫ് ഷാർപ്പ് വരുന്നു. അടുത്തത് ആദ്യത്തെ 2 ഡബ്ല്യു നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ എച്ച്, ഇവിടെ വരുമ്പോൾ അത് ഫസ്റ്റ് ഡബ്ല്യു ആയി, ഇവിടെ വരുമ്പോൾ എച്ച്, വീണ്ടും സെക്കൻഡ് ഡബ്ല്യു ആയി. അപ്പം ഓക്കെ, ഇനി അടുത്തത് എച്ച് ആണ് വരുന്നത്. അത് ഈ കീയിലേക്ക് വരും. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് 3 ഡബ്ല്യു. ആ 3 ഡബ്ല്യു ഏത് നോക്കാം. അപ്പോൾ എച്ചിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അടുത്ത എച്ച്, ഇവിടെ വരുമ്പോൾ ഡബ്ല്യു. ഓക്കെ, ഇവിടെ വരുമ്പോൾ അടുത്ത ഡബ്ല്യു. ഓക്കെ, ഇത് എച്ച്, വീണ്ടും ഇവിടെ വരുമ്പോൾ അടുത്ത ഡബ്ല്യു, ഇവിടെ വരുമ്പോൾ അടുത്ത എച്ച്. ഓക്കെ, കിട്ടിയോ? കണ്ടിന്യൂസ് വായിച്ചാൽ കിട്ടിയില്ലേ? അപ്പോൾ മേജർ കോഡിൻ്റെ അല്ലെങ്കിൽ ഒരു മേജർ സ്കെയിലിൻ്റെ സരിഗമ ബദ്ധനിസ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണമെന്നും മേജർ കോഡ്സ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണമെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മേജർ കോഡ്സും അതിൻ്റെ ആ സ്കെയിലിലുള്ള കംപ്ലീറ്റ് നോട്ട്സും നമുക്ക് വളരെ സിമ്പിളായിട്ട് വായിക്കാം കേട്ടോ. ഇനി മൈനർ സ്കെയിൽ നമുക്ക് പഠിക്കാം. നാച്ചുറൽ മൈനർ സ്കെയിലിൽ വരുന്ന സ്കെയിൽ കീസിൻ്റെ ഇൻ്റർവെൽസ് നമുക്കൊന്ന് നോക്കാം. അതിൽ നിങ്ങൾ നോട്ടിൽ നാച്ചുറൽ മൈനർ എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇൻ്റർവെൽസ് എഴുതിക്കൂ. ഡബ്ല്യു എച്ച് ഡബ്ല്യു ഡബ്ല്യു എച്ച് ഡബ്ല്യു ഡബ്ല്യു അങ്ങനെ വരും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നാച്ചുറൽ മൈനർ എന്ന് എഴുതുക, എന്നിട്ട് ഒരു കോളം ഇട്ടിട്ട് 2 കൂത്തിട്ടിട്ട് ഡബ്ല്യു എച്ച് ഡബ്ല്യു ഡബ്ല്യു എച്ച് ഡബ്ല്യു ഡബ്ല്യു. ഓക്കെ, ഇനി അതിൽ നമുക്ക് വായിച്ച് നോക്കാവേ. അപ്പോൾ ഇവിടെയും നമുക്ക് സി മൈനർ സ്കെയിൽ നമുക്ക് നോക്കാം. അതിൻ്റെ നാച്ചുറൽ മൈനർ നോക്കാം. അപ്പോൾ അതിൻ്റെ ആ റൂട്ടിൽ വരുന്ന കീസ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ കണ്ടോണം. ഇപ്പോൾ റൂട്ട് കീ എന്ന് പറയുന്നത് സി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഡബ്ല്യു. ഫസ്റ്റ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ എച്ച് ആവത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇവിടെ പിടിക്കുന്നു. ഓക്കെ, ഇത് ഡബ്ല്യു വന്നു. നെക്സ്റ്റ് എച്ച് വരും. ഓക്കെ, ഇനി വീണ്ടും വരുന്നത് 2 ഡബ്ല്യു ആണ്. 2 ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഇവിടം വരെ വന്ന് നിന്നിട്ട് നെക്സ്റ്റ് ഇത് വരുമ്പോൾ എച്ച് വരുന്നു, ഇത് വരുമ്പോൾ വീണ്ടും ഡബ്ല്യു, അടുത്ത ഇത് വരുമ്പോൾ എച്ച്, പിന്നെ ഇത് വരുമ്പോൾ ഡബ്ല്യു. അപ്പോൾ റൂട്ട് നോട്ട് ഡബ്ല്യു എച്ച് ഡബ്ല്യു ഡബ്ല്യു, അടുത്തത് എച്ച് ആണ്. എച്ച്, വീണ്ടും വരുന്നത് 2 ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യു. ഓക്കെ, അപ്പോൾ സി മൈനർ കണ്ടോ? ഇങ്ങനെ വരും മൊത്തത്തിൽ വായിക്കുമ്പം. സി മേജറിന് എങ്ങനെയായിരുന്നു നോക്കിക്കേ. സി മേജർ അങ്ങനെ വായിക്കുമെങ്കിൽ സി മൈനർ സ്കെയിൽ വായിക്കുന്നത്, നാച്ചുറൽ മൈനർ വായിക്കുന്നത് ഓക്കെ 148 എന്നുള്ള ആ റൂൾ വെച്ചതേ മൈനർ സ്കെയിൽ മൈനർ കോഡ് നമ്മൾ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ സ്കെയിലിൽ വായിക്കുന്നതാണ് ഈ നാച്ചുറൽ മൈനർ റൂട്ട് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, കിട്ടിയില്ലേ?
അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു 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 മൈനർ റൂട്ടോടെ നമുക്ക് നോക്കാം. നമുക്ക് എഫ് മൈനർ നോക്കാം. എഫ് മൈനർ ആണെങ്കിൽ ഈ WH WWH എന്നുള്ള ഫോർമുല വെച്ച് നമ്മളത് വായിക്കുമ്പോൾ ഫസ്റ്റ് കീ നോട്ട് എന്ന് പറയുന്നത് എഫിനെ നമ്മൾ കീ നോട്ടായിട്ട് എടുക്കുന്നു. ഓക്കെ, എഫ് മൈനറാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ഹോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്, അടുത്തത് ഹാഫ് സ്റ്റെപ്പ് ഇവിടെ, അടുത്തത് ഹോൾ സ്റ്റെപ്പ് ഇവിടെ, അടുത്ത ഹോൾ സ്റ്റെപ്പ് ഇവിടെ, അടുത്ത ഹാഫ് സ്റ്റെപ്പ് ഇവിടെ, അടുത്ത ഹോൾ സ്റ്റെപ്പ് ഇവിടെ, അടുത്ത ഹോൾ സ്റ്റെപ്പ് ഇവിടെ. മൊത്തത്തിലൊന്ന് വായിക്കാം. എഫ് മൈനറിൻ്റെ കോഡ് കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ഒന്ന് ഈ എന്താണ് ഹോൾ സ്റ്റെപ്പ്, ഹാഫ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ടോൺ, സെമി ടോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ മേജർ കോഡിൻ്റെ മൈനർ കോഡിൻ്റെ ഫോർമുല അതെന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. അതുപോലെ ഈ ഹോൾ സ്റ്റെപ്പ്, ഹാഫ് സ്റ്റെപ്പ് എന്നിവ ഉപയോഗിച്ച് എങ്ങനെ ഒരു മേജർ സ്കെയിൽ നമുക്ക് വായിച്ചെടുക്കാം, എങ്ങനെ ഒരു നാച്ചുറൽ മൈനർ സ്കെയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യും. ഇനി ഏത് കോഡ് കേട്ടാലും എന്ന് പറഞ്ഞാൽ ഈ മേജർ മൈനർ കോഡ്സ് കേട്ടാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കൂ. നമുക്ക് ഒരുമിച്ച് പാട്ടുകളൊക്കെ വായിക്കാം, പാട്ടുകൾ പാടാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ.